ദില്ലിയിൽ നിർണായക നീക്കം നടന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. അതായത് രാഹുൽ ഗാന്ധിയും TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവും കൂടിക്കാഴ്ച നടത്തി പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം മെയ് 21-ന് വിളിച്ചു ചേർക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. ഈ യോഗത്തിലേക്ക് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും കടന്നു വരും എന്നുള്ള ഒരു വിശ്വാസം നിലവിലുണ്ട്. ആ വിശ്വാസത്തെ ഒന്നുകൂടി ഉറപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുക്കലായിരുന്നു ദില്ലിയിൽ രാഹുൽ ഗാന്ധിയും TDP അധ്യക്ഷനായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവുമായി നടത്തിയ ചർച്ച എന്നുള്ളതാണ് വ്യക്തമാകുന്നുള്ളത്. ഇതിലൂടെ TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു ബംഗാളിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതായത് ബംഗാളിലേക്ക് തിരിച്ചു എന്നുള്ളതിന്റെ ഉദ്ദേശം വ്യക്തമാക്കുന്നത് മമതയുമായി ഒരു ചർച്ച നടത്തി മമത ഈ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു ഉറപ്പ് അവിടെ നിന്നും വാങ്ങി തിരിച്ചു വരാനുള്ള ഒരു ഉദ്ദേശവും കൂടിയാണ് TDP അധ്യക്ഷനായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിനുള്ളത്. മമതയും കൂടി പ്രതിപക്ഷ പാർട്ടികളുടെ ഈ യോഗത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ എന്തായാലും UPAക്ക് ഇവരുടെയൊക്കെ പിന്തുണയോടുകൂടി അധികാരത്തിലെത്താൻ സാധിക്കുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. മറ്റൊരു കാര്യം, പ്രധാനമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും എന്നുള്ളതാണ്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പേരും അതുപോലെ തന്നെ മല്ലികാർജുന ഖാർഗെയുടെ പേരും കൂടിയാണ്. ഈ രണ്ടു പേരുടെയും പേരുകളാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിൽ ആരെയായിരിക്കും നിശ്ചയിക്കുക എന്നുള്ളത് കോൺഗ്രസ് തീരുമാനം ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടില്ല. എന്നാൽ പോലും ഏറ്റവും അധികം ആളുകൾ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പേരുകളാണ്. മാത്രമല്ല, മമതയുടെ കടന്നുവരവ് യാഥാർത്ഥ്യമായാൽ, അതായത് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലേക്ക് മമതയും കൂടി കടന്നു വന്നു കഴിഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ മറ്റുള്ള ഏതൊരു ശക്തിക്കും ഇല്ലാതെയായി പോകും എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നുള്ളത്. അതായത് മമതയും കൂടി പ്രതിപക്ഷ നിരയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ UPA ഒരു അധികാരത്തിലേക്ക് വീണ്ടും എത്തും എന്നുള്ളതിന്റെ സൂചനകളായിരുന്നു ഇന്ന് ദില്ലിയിൽ ചേർന്ന യോഗത്തിൽ നിന്നും വ്യക്തമായിട്ടുള്ളത്. എന്തായാലും നിർണായക നീക്കത്തിന് ചന്ദ്രബാബു നായിഡു ചുക്കാൻ പിടിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം എളുപ്പത്തിൽ നടക്കും എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു വിചാരമുള്ളത്. ഈ വിചാരം കൃത്യമായി നടക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് മറ്റുള്ള പ്രതിപക്ഷ നിരയിലെ അംഗങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.